മഹായുതിയിലെ ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിന്റെയും NCP നേതാവ് അജിത് പവാർ വിഭാഗത്തിന്റെയും അതൃപ്തികൾ മുതലെടുക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. സഖ്യം വിട്ട് പുറത്തു വന്നാൽ രണ്ടു പേർക്കും മാറി മാറി മുഖ്യമന്ത്രി കസേര നൽകാമെന്നാണ് വാഗ്ദാനം. മഹായുതിയിലിരുന്ന മുഖ്യമന്ത്രി കസേര നേടാമെന്ന് ഇരുവരും ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടെന്നും കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോലെ പറയുന്നുണ്ട്. പട്ടോലെയെ പിന്തുണച്ച് ഉദ്ധവ് താക്കറെ നയിക്കുന്ന ശിവസേനയിലെ മുതിർന്ന നേതാവായ സഞ്ജയ് റൌത്തും കോൺഗ്രസ് നേതാവായ വിജയ് വഡേറ്റിവാറും രംഗത്തെത്തി. രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കൾ ഇല്ലെന്നാണ് വഡേറ്റിവാർ പറഞ്ഞത്. ഷിൻഡെ വളരെയധികം കഴിവുള്ള നേതാവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശിവസേനയെ പിളർത്താൻ സാധിച്ചത്. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ ഒതുക്കപ്പെട്ടത് അദ്ദേഹത്തിനെ അസ്വസ്ഥനാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ പലതും സംഭവിക്കാം. ഒരാളുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റാൽ അയാൾ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാഷ്ട്രീയത്തിൽ അസാധ്യമായി ഒന്നുമില്ലെന്നായിരുന്നു റൌത്തിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമായതു മുതൽ ഏക്നാഥ് ഷിൻഡെ അസ്വസ്ഥനാണ്. ദേവേന്ദ്ര ഫട്നാവിസിനോടും BJPയോടും അദ്ദേഹം തന്റെ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതിനിടെ ഷിൻഡെ സർക്കാർ നടപ്പാക്കിയ പല പദ്ധതികളും നിർത്തലാക്കാനുള്ള ഫട്നാവിസിന്റെ നീക്കങ്ങൾ ഷിൻഡെയെയും അജിത് പവാറിനെയും ഒരുപോലെ ചൊടിപ്പിച്ചു. നാസിക്കിലെയും റായ്ഗഡിലെയും ഗാർഡിയൻ മന്ത്രിമാരുടെ നിയമവുമായി ബന്ധപ്പെട്ടും നേതാക്കൾക്കിടയിൽ അതൃപ്തി ഉയർന്നിരുന്നു. അതേസമയം നാനാ പട്ടോലെയുടെ വാഗ്ദാനത്തിന് മറുപടിയുമായി BJP നേതാവ് ചന്ദ്രശേഖർ ബവൻകുലെ രംഗത്ത് വന്നു. നല്ല ഓഫർ പട്ടേലയ്ക്ക് നൽകാമെന്നും കോൺഗ്രസ് വിട്ട് മഹായുതിയുടെ ഭാഗമാകൂവെന്നുമായിരുന്നു ബവൻകുലെ പറഞ്ഞത്. അതേസമയം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ഷിൻഡെയും തമ്മിൽ രസത്തിലല്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടെയായിരുന്നു നാനാ പട്ടോലെയുടെ പിന്തുണ വാഗ്ദാനം. മുഖ്യമന്ത്രിയായിരിക്കെ ഷിൻഡെ ആരംഭിച്ച പദ്ധതികളെല്ലാം നിർത്തിവെക്കാനോ അവസാനിപ്പിക്കാനോ ഫട്നാവിസ് ശ്രമിക്കുന്നു എന്ന പരാതിയാണ് ഷിൻഡെക്കുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഷിൻഡെ നേരത്തെ കോൺഗ്രസിൽ ചേരാൻ ശ്രമിച്ചിരുന്നുവെന്ന് സഞ്ജയ് റാവത്തും പറഞ്ഞിരുന്നു. നാനാ പട്ടോലെയുടെ വാഗ്ദാനം ഷിൻഡെയും അജിത് പവാറും സ്വീകരിക്കുമോ എന്നതിൽ ഇപ്പോൾ വ്യക്തതയില്ല. എന്നാൽ ഇരു നേതാക്കളെയും മഹാവികാസ് അഘാടി പക്ഷത്തെത്തിക്കാൻ നീക്കങ്ങൾ സജീവമായി നടക്കുകയാണ്.